കുറിച്ച് തന്നെ ചിന്തിച്ചാലോ? എന്ത് പറയുന്നു? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് അല്ലേ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് സ്ഥായിയായി നമ്മിൽ നിലനിൽക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല? ഈ പരിശുദ്ധാത്മാവ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരിക? ഏതെല്ലാം മേഖലകളിലാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുക? ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ നമുക്ക് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ ആത്മാവിനാൽ നിറയാനും ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറം ജീവിക്കാനുമൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ മനസ്സിൽ കുറിച്ചിട്ട് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ദൈവിക മൂല്യങ്ങളും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളും ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തി ആഗ്രഹത്തോടു കൂടി ദൈവസന്നിധിയിൽ ഇരുന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് വചനം എടുത്ത് വായിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ വചനത്തിൽ ആത്മാവിന്റെ ജീവൻ നിറഞ്ഞു നൽകുന്നു അല്ലേ? യോഹന്നാൻ 6:63 എന്താണ് വചനം? ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ സമം വചനം അല്ലേ? കർത്താവിന്റെ വാക്കെന്ന് പറഞ്ഞ വചനമാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനും ആണ്. ആത്മാവിന്റെ ജീവൻ നിറഞ്ഞു നിൽക്കുന്ന തിരുവചനങ്ങൾ. അതുകൊണ്ട് മസ്റ്റായിട്ടും ഒരമണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം? വചനം വായിക്കണം, വായിച്ച് ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. പഠിപ്പിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ് അല്ലേ? ഈശോ കൃത്യമായിട്ട് പറയുന്നില്ലേ, വിദ്യാവിഹീനരായിരിക്കെ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഈ മനുഷ്യർ ആരെ കുറിച്ചാ പറയുന്നത്? ആ മുക്കുവന്മാരെ കുറിച്ചാ പറയുന്നത്. ആരെ കുറിച്ച്? പത്രോസിനെ കുറിച്ചാ. പത്രോസിന്റെ പ്രസംഗം കേട്ടിട്ട് ഒന്നും പഠിച്ചിട്ടില്ലാത്ത, ഒരറിവുമില്ലാത്ത ഇവരുടെ ഈ വായിൽ നിന്ന് വരുന്ന വചനം കേട്ടിട്ട്, അഥവാ ഈ രക്ഷാകര പദ്ധതിയെ കുറിച്ചുള്ള പ്രസംഗം കേട്ടിട്ട്, യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം കേട്ടിട്ട് അവര് പറയുകയാണ്. ആരാ പറയുന്നത്? അതിന്റെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രധാന പുരോഹിതന്മാർ, സദൂക്കായർ, നിയമജ്ഞർ. ഇവർക്ക് എവിടുന്ന് ഈ അറിവ് കിട്ടി? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അറിവ് കിട്ടണമെങ്കിൽ, ഈ ജ്ഞാനം കിട്ടണമെങ്കിൽ, ഒന്നാമതായിട്ട് ഞാൻ എന്ന വ്യക്തി ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ: ഞാൻ ആത്മാവിൽ ദരിദ്രനാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ഒരുവിധം സുഭിക്ഷതയാണ് നമുക്കല്ലേ? വലിയ തെറ്റില്ലാതെ ഇങ്ങനെ ഉരുണ്ടും പുരണ്ടുമായിട്ടേക്ക് നമ്മൾ പോകുന്നുണ്ട്. ആത്മാവിൽ ഞാൻ ദരിദ്രനാണോ? ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ആ ചിന്ത നമുക്കുണ്ടെങ്കിൽ, ആ വിചാരം നമുക്കുണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഈശോ പറഞ്ഞത്. എവിടെയാന്ന് പറയാമോ? മത്തായി 5 ആദ്യത്തെ 1-ാമത്തെ വചനല്ലേ? അല്ലേ?
5-ന്റെ 3 സ്റ്റാർട്ടിങ് തന്നെ ആദ്യത്തെ, അതായത് മലയാള പുസ്തകത്തിന്റെ ആദ്യത്തെ വചനം എന്താണ്? ആത്മാവിൽ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. ഈ ആത്മാവിൽ ദാരിദ്ര്യം എനിക്കുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ നീ അതിനുവേണ്ടി വില കൊടുത്ത് ദൈവസന്നിധിയില് നീ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ ഈ ആത്മാവിനെ ദൈവം വർഷിക്കും. എന്നിട്ട് ഈശോ പറയുകയാണ്, സ്വർഗരാജ്യം അവരുടേതാണ്. ആരുടേത്? ഈ വില കൊടുത്ത് പ്രാർത്ഥിച്ചിരുന്ന പരിശുദ്ധാത്മാവിനെ കിട്ടിയവർ അവരുടേതാണ് സ്വർഗരാജ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, പ്രത്യേക അനീതി സമാധാനവും പരിശുദ്ധാത്മാവിൽ ഉള്ള സന്തോഷകരമായ ജീവിതവും. ഇതാണ് സ്വർഗരാജ്യം. ക്ലിയർ? നമ്മൾ വിചാരിച്ചത് എന്താ ഈ ഇങ്ങനെ പഠിപ്പിച്ചത്? അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാര്യമായിരുന്നു അല്ലേ? അപ്പൊ ഈ ദാരിദ്ര്യം ഞാൻ അനുഭവിക്കുന്ന വ്യക്തിയാണ്, അത് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് നല്ല വില കൊടുത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവിന് വേണ്ടി നല്ല വില കൊടുത്ത് പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ, അത് പിന്നെ അവർ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നോ? നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നോ? അപ്പോ ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? വചനത്തെ പഠിക്കാനും ധ്യാനിക്കാനും വിചിന്തനം ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മളെ സഹായിക്കുന്നു. ഇത് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഈ അഭിഷേകം നമ്മിൽ ഉണ്ട്. അഭിഷേകം ഉണ്ട്, അത് പോകത്തില്ല. ദൈവം ഒരു പ്രാവശ്യം നമ്മിൽ ഈ അഭിഷേകം, ഒരു അനുഗ്രഹം, ഒരു വരം ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പിൻവലിക്കത്തില്ല, മറിച്ച് നിർവീര്യമായി പോകും. അതുകൊണ്ടാണ് പൗലോസ്ലീഹയ്ക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യം അറിയാതെ. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, നിങ്ങൾ ആത്മാവിനെ നിർവീര്യമാക്കരുത്. ഇത് ദൈവം ചെയ്യുന്നതല്ല. ആരാ നിർവീര്യമാക്കുന്നത്? ഞാനും നിങ്ങളുമാ. ആത്മാവിനെ നിർവീര്യമാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് ലോകത്തുള്ള ഈ ധ്യാന ഗുരുക്കന്മാരിലൂടെ എത്രയോ അടയാളങ്ങളും അത്ഭുതങ്ങളും പിന്നെ കല്ലറകളുടെ ഒന്നും ആവശ്യമില്ല അല്ലേ? ആദിമസഭയില് മരിച്ചവരെയൊക്കെ കൊണ്ടുവന്ന് കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നാൽ കെടുത്തുക അല്ലേ? എന്നാ സംഭവിക്കുന്നത്? ഒരു വിശുദ്ധൻ ഉണ്ടായിരുന്നല്ലോ, വിൻസെന്റ് ഫെരേരയോ, അങ്ങനെ ഒരു പേര്. ഫെരാറാണോ? ആ, വിൻസെന്റ് എന്നാണ്, വിശുദ്ധ വിൻസെന്റ്. 30ഓളം മരിച്ച ആളുകളെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഒരു യഥാർത്ഥ ശുശ്രൂഷകൻ. നമ്മളൊക്കെ ആരാ? ഡ്യൂപ്ലിക്കേറ്റ്, ഒറിജിനൽ അല്ല. ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു ധ്യാന ഗുരു, അത് അച്ഛനാകട്ടെ, സിസ്റ്ററാകട്ടെ, അൽമാനാകട്ടെ, മരിച്ചവരെ ഉയർപ്പിച്ചാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓൺ ദി സ്പോട്ടിൽ മുട്ടുകാല് കൂട്ടിയിടിക്കും. കാരണം എന്താ? ആത്മാവിനെ നിർവീര്യമാക്കിക്കൊണ്ട് തന്നെയാണ് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇതാണ് സംഭവം. നിങ്ങൾ ആത്മാവിനെ നിർവീര്യമാക്കരുത്. എവിടെ കിടക്കുന്നത്? 1 തെസ്സലോനി 5:19 തോന്നുന്നു അല്ലേ? 1 തെസ്സലോനി 5:19 ആ വചനം. നിങ്ങൾ ആത്മാവിനെ നിർവീര്യമാക്കരുത്. ഇനി പരിശുദ്ധാത്മാവ് എന്നിൽ എന്താണ് ചെയ്യുന്നത്? ഈ പെന്തക്കോസ്ത അനുഭവം നമ്മിൽ എപ്പോഴും നിലനിൽക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ.
രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് നമ്മളെ സഹായിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാമോ? ഇല്ല, നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ പറയും, അയ്യോ അയാൾ ഭയങ്കര അഭിഷേകത്തില്. അയാളല്ല. ആരാ പ്രാർത്ഥിക്കുന്നത്? മോനെ, ആരാ പ്രാർത്ഥിക്കുന്നേ? ആരാ പ്രാർത്ഥിക്കുന്നേ? പരിശുദ്ധാത്മാവ്. പ്രാർത്ഥനയ്ക്ക് റോമായിട്ട് 26 വചനം, റോമായിട്ട് 26. നമ്മളാണോ പ്രാർത്ഥിക്കുന്നത്? അല്ല, പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു, പ്രാർത്ഥനയ്ക്ക് നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ഇനി ആർക്കും അയ്യോ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലേ, എനിക്ക് സ്തുതിക്കാൻ അറിയാൻ പാടില്ലേ, നന്ദി പറയാൻ അറിയാൻ പാടില്ല, പിന്നെ നന്ദി പറയാൻ അറിയാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ നിന്നിൽ എന്തില്ല? ആ ഷർട്ടിന്റെ കളർ പോലെ ഉള്ള, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റാത്തത്. പരിശുദ്ധാത്മാവില്ല, അതാണ് കാര്യം. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്റെ ഉള്ളിലുണ്ട് എന്ത് സംഭവിക്കും? പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുണ്ട് എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ തക്ക സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. 12 ലൂക്ക 12:12. ലൂക്ക 12:12. സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ മടിയുള്ളവർ ഈ ലൂക്ക 12:12 വചനം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു. മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാകാൻ പാകത്തിന് നിങ്ങൾക്ക് സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാ വചനം? എളുപ്പം മറക്കത്തില്ല. ലൂക്ക 12:12. ആകെപ്പാടെ ശിഷ്യന്മാരുടെ ഒരു വൈദ്യനെ ഉണ്ടാകുന്നത് ലൂക്ക, വൈദ്യനായിരുന്നു. അപ്പൊ അത് ഓർത്തിരുന്നാൽ മതി. ലൂക്ക ഓർത്തിരുന്നു, വൈദ്യൻ ലൂക്ക 12:12. എളുപ്പമുണ്ട്. അപ്പോസ്തലന്മാർ എത്രയാ? 12. അത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ 12:12 മറക്കത്തില്ല, മറക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ എന്താണ്? പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇനി കർത്താവ് പറയുകയാണ്, ഒരു സംഭവം നമ്മൾ നോക്കുന്നുള്ളൂ, എന്നുള്ള സമയമുള്ളൂ. ഒരു സംഭവം നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമുക്ക് യഥാർത്ഥമായ പാപബോധവും പാപബോധവും പശ്ചാത്താപവും ആര് തരുന്നു? പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നു. ഇല്ലേ? പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഹൃദയം നുറുങ്ങി. പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ അവരുടെ ഹൃദയം നുറുങ്ങി. യഥാർത്ഥമായ പശ്ചാത്താപവും അനുതാപവും തരുന്നത് പരിശുദ്ധാത്മാവാണ്. എന്തിനാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വരുന്നത്? എന്തിനാ പരിശുദ്ധാത്മാവ് വരുന്നത്? ആർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുക? ശരിക്കും ആർക്കാ പരിശുദ്ധാത്മാവിനെ കിട്ടുക? വിശുദ്ധി ഉള്ള ഒരു ജീവിതം നയിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും, ഇല്ലേ? വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുന്നവർക്ക് അങ്ങനെയാണോ? അങ്ങനെയല്ല. നമ്മളൊക്കെ തിരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. വിശുദ്ധിയുടെ ജീവിതം നയിക്കുന്നത് കൊണ്ട് ദൈവം ദാനമായി സമാനമായി ആത്മാവിനെ കൊടുക്കുന്നു, വർഷിക്കുന്നു. അല്ല, പരിശുദ്ധാത്മാവിനെ ദൈവം എന്തിനാ നൽകുന്നത്? വിശുദ്ധി ഉള്ളത് കൊണ്ടല്ല. വിശുദ്ധി ഉള്ളത് കൊണ്ട് ദൈവം തരുന്ന ഗിഫ്റ്റ് അല്ല പരിശുദ്ധാത്മാവ്. പിന്നെ വിശുദ്ധിയോടുകൂടി ഒരു ജീവിതം നയിക്കാൻ വേണ്ടി ദൈവം നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് ആര്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്. സത്യം നിങ്ങൾ അറിയും, ആ സത്യം നിങ്ങളെ
സ്വതന്ത്രരാക്കുക. പരിശുദ്ധാത്മാവ് അതൊരു ശക്തി മാത്രമല്ല, ഒരാശയം മാത്രമല്ല, ഒരു പ്രബോധനം മാത്രമല്ല, പഠനം മാത്രമല്ല, മറിച്ച് അതൊരു വ്യക്തിയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, അത് തിരിച്ചറിയണം. വ്യക്തിത്വമുണ്ട്, വ്യക്തമായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് യേശുവിനെ പോലെ തന്നെ പരിശുദ്ധാത്മാവിന്. ഇത് തിരിച്ചറിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിനെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റും ആഴമായി. നമ്മുടെ കൂടെ, നമ്മുടെ സഹചാരിയായി കൂടെ നടക്കുന്ന ഒരു വ്യക്തിത്വം പരിശുദ്ധാത്മാവിനുണ്ട്. അവനുമായി ഒരു ചങ്ങാത്തം സ്ഥാപിക്കുക. പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവുമായി ഒരു ചങ്ങാത്തം സ്ഥാപിച്ചെടുക്കുക. പിന്നെ കാര്യങ്ങൾ വളരെ വളരെ ഈസിയാണ്. അപ്പോ യഥാർത്ഥമായ പാപബോധവും പശ്ചാത്താപവും തന്നുകൊണ്ട് അനുതാപത്തോടെ പ്രാർത്ഥിച്ച് ഒരു ദൈവവൈദ്യന്റെ സ്ഥാനത്തേക്ക് ഉയർത്താൻ നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. നമ്മുടെ കഴിവല്ല, മിടുക്കല്ല ഒന്നും. ഞാൻ ഭക്തികൃത്യങ്ങൾ ഒത്തിരി ചെയ്തുകൊണ്ട് സ്വർഗം എനിക്ക് തരുന്ന ഗിഫ്റ്റ് ഒന്നുമല്ല പരിശുദ്ധാത്മാവ്. ഓർക്കണം, വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി സ്വർഗം നമ്മളെ സഹായിക്കുന്ന വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. അത് നമ്മൾ തിരിച്ചറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇത്ര മതി, നമ്മുടെ സമയമായി അല്ലേ? നാവിന്റെ സംഭവങ്ങളൊക്കെ പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് എടുക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പോ ഞാൻ നിൽക്കുന്ന സ്റ്റാൻഡ് അത് അല്ലേ, നമ്മുടെ ബിജു പരിശുദ്ധാത്മാവിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ പണ്ട് പറഞ്ഞ എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം, എസെക്കിയേൽ 47, അതിനകത്ത് ഇല്ലേ ഒരു കർത്താവ് നമ്മളെ പരിശോധിക്കുന്നുണ്ട്, അളക്കുന്നുണ്ട്. ഓരോ ആരാധന കഴിയുമ്പോഴും, ഓരോ വിശുദ്ധ ബലി കഴിയുമ്പോഴും കർത്താവ് ഇതാ മെഷർമെന്റ് ടേപ്പുമായിട്ട് വന്ന് അളക്കുന്നുണ്ട്. എത്രത്തോളം പരിശുദ്ധാത്മാവിന്റെ അളവ് കൂടിയിട്ടുണ്ട് അളക്കും. ഒരു പ്രാരംഭ ധ്യാനം കൂടി, ആദ്യമായിട്ടൊരു ധ്യാനം കൂടി എന്നാ ഓർക്കുന്നുണ്ട് ആരെങ്കിലും? ഒരു ധ്യാനം കൂടാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഒരു ധ്യാനം കൂടാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ധ്യാനം കൂടിയിട്ടുള്ളവരല്ലേ? ആദ്യത്തെ ധ്യാനം കൂടിയപ്പോ നമുക്ക് കിട്ടി എന്ത്? പരിശുദ്ധാത്മാവിനെ. പക്ഷേ എസെക്കിയേൽ 47 വചനപ്രകാരം അല്ലെ, 3 മുതൽ വചനപ്രകാരം കർത്താവ് വളർന്നു നോക്കിയപ്പോ കണങ്കാല് വരെയുള്ളൂ. കണങ്കാല്, ആ കണങ്കാല് പോലെ മനസ്സിലായില്ലേ? ആ മുടി കുരിശിടുന്ന ആ ഭാവമില്ലേ, അത്രേ ഉള്ളൂ. ആ പാദം കഴിഞ്ഞിട്ട് എന്തോരുണ്ട്? പിന്നെ ഒരു 2 ഇഞ്ച് കണങ്കാല്. ആദ്യം ധ്യാനം കൂടിയപ്പോ അത്രയും കിട്ടി. പിന്നെ ഒരു ചെറിയ തീപ്പൊരിയായിരുന്നു. പിന്നെ കുറച്ച് തീഷ്ണതയിലൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ അത് നന്നായിട്ട് ആരാധിക്കാനും വൺ ഡേ പ്രോഗ്രാമിനൊക്കെ പോയി. അങ്ങനെ അത് മുട്ടുകാല് വരെയായി. ആത്മാവിന്റെ അഭിഷേകം, ഒരു ആത്മീയ നിറവ്, ദൈവാനുഭവം, അത് മുട്ടുകാല് വരെയായി. വീണ്ടും ആരൊക്കെയോ ഉന്തിത്തള്ളി വൺ ഡേ പ്രോഗ്രാമിനും വെള്ളിയാഴ്ച കൺവെൻഷനൊക്കെ ഇങ്ങനെ പോകാൻ പറഞ്ഞു പോയി. വീണ്ടും കർത്താവ് ആ പ്രാർത്ഥന കഴിഞ്ഞ് കർത്താവ് നടന്നു നോക്കി, ടേപ്പിനെ അളന്നപ്പോ അരവരെയായി. ഇല്ലേ? അല്ല, അങ്ങനെയല്ല, മുട്ടുകാരിയുടെ അരവരെയല്ല, അരവരെയായി. അതും കഴിഞ്ഞ് പിന്നെ വീട്ടിൽ നിന്നൊക്കെ തമ്മിൽ തല്ലി, നീ ഇപ്പോ വർഷങ്ങളായാലും ധ്യാനം കൂടിയിട്ട് ഒരു പരിശുദ്ധാത്മ അഭിഷേക ധ്യാനമുണ്ട് ഡിവൈനില്, ഒന്ന് പോകും. ഓക്കെ, ആത്മാവിന്റെ പ്രചോദനം കിട്ടി, പോയി. നല്ല അഭിഷേകത്തോടെ ധ്യാനത്തിലൊക്കെ പങ്കുകൊണ്ടു, നന്നായിട്ടൊക്കെ സ്തുതിച്ചു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം
ഹൃദയമൊക്കെ ഒരുക്കി അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞ് കർത്താവ് നോക്കുമ്പോ ഇതാ അവൾ ഇങ്ങനെ ആത്മാവിൽ ആറാടി നീന്തി തുടിച്ച് അവന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. കർത്താവ് നോക്കുമ്പോ നെഞ്ചും വിട്ട് കഴുത്തും വിട്ട് തലയും വിട്ട് അവൻ മുങ്ങിത്താഴുന്ന ഒരവസ്ഥ. പരിശുദ്ധാത്മ അഭിഷേക ധ്യാനം കൂടിയപ്പോ അവൻ മുങ്ങിത്താഴ്ന്ന് പരിശുദ്ധാത്മാവിൽ ആറാടി നീന്തി തുടിക്കുന്ന ഒരവസ്ഥ. സ്വർഗം അവനെ പ്രതി അവളെ പ്രതി സന്തോഷിച്ചു. അങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പോ ഏതവസ്ഥയിലായി? ഇന്നിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? ഏതവസ്ഥയിലാണ് നിൽക്കുന്നത്? ഇത് നിങ്ങളുടെ മനസാക്ഷിക്ക് ഞാൻ വിട്ടുകയാണ്. അടുത്ത വെള്ളിയാഴ്ച ഞാൻ ആൻസർ ചെയ്യുന്നത്. അടുത്ത വെള്ളിയാഴ്ച വേളാക്കന്നെയാണില്ല. അടുത്ത വെള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത എന്ന് കൂടുന്നോ അന്ന്, എന്ന് അടുത്ത കൂടുന്നോ അന്ന്. അടുത്ത വെള്ളി വേളാങ്കണ്ണിയാണ്. ഇന്നിപ്പോ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ നിന്ന് നമ്മുടെ വണ്ടി തന്നെയാണ്, ബസ് തന്നെയാണ് പോകുന്നത്. അത് പ്രത്യേകം പ്രാർത്ഥനകൾ ഓർക്കുക. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ പോകും. ഓക്കെ. അപ്പോൾ അത് ഓരോരുത്തരുടെയും വിചിന്തനത്തിനായിട്ടുള്ള വിട്ടുതരുന്നത്. ഞാനിപ്പോ ഇവിടെ ചിന്തിക്കുന്നു. എന്നിട്ട് അടുത്ത കൂട്ടായ്മയിൽ സ്തുതിക്കുമ്പോൾ പറഞ്ഞ കർത്താവേ, ഞാൻ നിലയില്ലാ വെള്ളത്തില് മുങ്ങിത്താണതാണ്, ആത്മാവിൽ ആറാടിയ വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നു? അത് ഓരോരുത്തരും കണ്ടെത്തുക. എവിടെയാണ് ഞാൻ നിൽക്കുന്നത് അത് കണ്ടെത്തുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കണ്ടെത്താനും തിരിച്ചറിയാനും, പ്രത്യേകിച്ച് നാളെ കഴിഞ്ഞ് പെന്തക്കോസ്ത് ദിനം നന്നായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രത്യേക ശുശ്രൂഷകളൊന്നും പള്ളിയിൽ ചില പള്ളികളിലില്ല. അപ്പോൾ ആ ബലി തന്നെയാണ് ഏറ്റവും വലിയ നമ്മുടെ ആരാധന, പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ ബലിയിൽ ആത്മാർത്ഥമായി നിങ്ങൾ സമർപ്പിക്കുക. ആത്മാർത്ഥമായിട്ട് ആ ബലിയിൽ കൊടുക്കുക. കർത്താവെ, എന്നൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. അത് ആത്മാർത്ഥതയോടാണ് സമർപ്പിക്കുന്നതെങ്കിൽ ആ പുതു സൃഷ്ടിയാകുന്നതിനൊപ്പം നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണോ അവിടെയെല്ലാം ഒരു മാറ്റം വന്നിരിക്കും. ഇത് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും. ഹല്ലേലൂയ. ചാടിയണിക്കാം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. അപ്പോ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യത്തിലും നമ്മളെ സഹായിക്കുന്ന നിത്യസഹായകനാണ്. അത് മറക്കണ്ട, നിത്യസഹായകനാണ്. എല്ലാ മേഖലയിലും ആത്മാവിന്റെ സഹായം നമുക്കുണ്ടാവും. ഇതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് ഞാൻ ഓർമ്മയിലേക്ക് എത്തുന്നത്. അത് നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ കുറിച്ചിടുക. എന്നിട്ട് വിചിന്തനം ചെയ്യുക. കേട്ട വചനം വിചിന്തനം ചെയ്യുക. എൻ്റെ അവസ്ഥ, ആത്മീയ ജീവിതം എങ്ങനെയാണ് എന്ന് ചിന്തിക്കുക. മാറ്റങ്ങൾ വരുത്തേണ്ട മേഖലകളൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ ആത്മാവിൻ്റെ നിറവിനും അഭിഷേകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ. കർത്താവിൻ്റെ വരിയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ